നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോ, ജന്മദിനം വരുമ്പോ അവർ ചോദിക്കാതെ തന്നെ നമ്മൾ പലതും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ അവരെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആ മക്കളെക്കാളും ഭാര്യയെക്കാളും മാതാപിതാക്കളെക്കാളും എന്തിനേറെ നമ്മുടെ സ്വന്തം ശരീരത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോ നമുക്കെന്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നില്ല? നമുക്കെന്തുകൊണ്ട് ആ മൈൻഡ് വരുന്നില്ല? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മളൊക്കെ കണ്ടതാണ്. പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ കളിക്കാൻ ഒരു ടീം പോലും ഇല്ലാത്ത നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഓരോ ഫുട്ബോൾ കളിക്കാരുടെയും കട്ടൗട്ടുകൾ വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ ടീമിന്റെയും ബാനറുകളും അതുപോലെ തന്നെ ഫ്ലക്സുകളും വെക്കാൻ വേണ്ടി പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഓരോ ടീമിനെയും ഓരോ ആളുകളെയും അവർ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മുകളിൽ നമ്മുടെ സ്വന്തം ശരീരത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ ആഘോഷിക്കേണ്ട ആഘോഷം വരുമ്പോൾ, പരിശുദ്ധ ഖുർആന് തന്നെ നിങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞ ആ ആഘോഷം വരുമ്പോൾ, ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. പുത്തൻവാദികൾ പലതും പറഞ്ഞിട്ട് ജന്മദിനം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോഴും പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തന്ന റഹ്മത്ത് കൊണ്ട് നിങ്ങൾ ആഘോഷിക്കുക. ഏതാണ് ആ റഹ്മത്ത് എന്നും അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് റഹ്മത്തായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല എന്ന്. അപ്പോ ലോകത്തിലേക്ക് അയച്ച റഹ്മത്താരാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നമ്മൾ ആഘോഷിക്കേണ്ടതാരാ? ആ റഹ്മത്തിനെ തൊട്ടാണ്. അപ്പോ ആ റഹ്മത്തിനെ തൊട്ട് നമ്മൾ ആഘോഷിക്കുവാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ആഘോഷിക്കാൻ നമ്മളെ കാണുന്നില്ല. ആ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പള്ളി അലങ്കരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ നാടൊന്ന് അലങ്കരിക്കാൻ, അല്ലെങ്കിൽ 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതിനു വേണ്ട ചെലവിന് വേണ്ടി പല ആളുകളെയും അടുത്തു പോകുമ്പോൾ അത് വേണ്ടതുപോലെ അവർ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പല കാര്യങ്ങൾക്കും സഹായിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കാശുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ സഹായിക്കേണ്ട സമയമാകുമ്പോഴത്തേനും നമ്മൾ സഹായിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എന്തില്ലെങ്കിലും ഈ ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് അടുത്ത റബീഉൽ അവ്വലിലേക്ക് നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല. മാദാ തക്സിബു ഗദൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ നമ്മൾ എന്ത് ചെയ്യും നമുക്കറിയില്ല. നമ്മൾ എവിടെ വെച്ച് മരിക്കും നമുക്കറിയില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ റബീഉൽ അവ്വലിന് വേണ്ടി ചെലവഴിക്കുക. ചിലപ്പോ ദിനം പ്രതി ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളായിരിക്കും. അവർ വിചാരിക്കും, ഞാൻ ഈ 100 രൂപ അല്ലെങ്കിൽ ഈ 200 രൂപ ഞാൻ എങ്ങനെയാണ് പള്ളിയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സഹായം ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. പല ആളുകളും ഒരുപാട് ആയിരങ്ങളും 10,000ങ്ങളും കൊടുക്കുന്നവരുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ എന്റെ പൈസ വളരെ ചെറുതായി പോകുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസവും കൂലിവേല ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകൾ അവര് കൊടുക്കുന്ന 100 രൂപയും അതേ സ്ഥാനത്ത് ഒരുപാട് സമ്പത്തുള്ള ആളുകൾ കൊടുക്കുന്ന 1000 രൂപയും വെച്ച് നോക്കിയാൽ അള്ളാഹുവിന്റെ അടുത്ത് ചിലപ്പോ ഈ 100 രൂപക്കായിരിക്കും അധികം പ്രതിഫലം കിട്ടുന്നുണ്ടാവുക. അള്ളാഹു താല നമ്മുടെ എല്ലാ സ്വതക്കകളും സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു താല ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം സമ്പാദിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ജില്ലയായ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ബാവാനഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഈ വർഷം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് അവര് അണിയിച്ചൊരുക്കിയ ഒരു അലങ്കാരമുണ്ട്. നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഞാൻ ഒന്നുകൂടെ ഇവിടെ കാണിക്കുകയാണ്. ഒന്ന് നിങ്ങൾ നോക്കുക. എന്താ ഭംഗിയില്ലേ! കിലോമീറ്റർ ദൂരത്തേക്കാണ് വെച്ചിട്ടുള്ളത്. കിലോമീറ്റർ ദൂരത്തേക്കാണ് വെച്ചിട്ടുള്ളത്. ഒന്നും പറയാനില്ല. ഈ അവര് ചെലവഴിച്ച കാശുകളൊക്കെ അവരുടെ റെക്കോർഡില് ഡെപ്പോസിറ്റായി എഴുതി വെച്ചിട്ടുണ്ടാവും നാളെ പോകുന്ന സമയത്തേക്ക്. കാരണം എന്താ? ഇവരാരെയാ സ്നേഹിച്ചത്?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസിലൂടെ പറഞ്ഞില്ലേ, നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് നിങ്ങൾ അവരുടെ കൂടെയാണ്. നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടത്? നമ്മൾ സ്നേഹിക്കേണ്ടത് ഫുട്ബോൾ കളിക്കാരെയല്ല, നമ്മൾ സ്നേഹിക്കേണ്ടത് ക്രിക്കറ്റ് കളിക്കാരെയല്ല, സിനിമാ നടന്മാരെയല്ല, നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയല്ല സ്നേഹിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ ജന്മദിനം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ കഴിയുക? നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോൾ, ജന്മദിനം വരുമ്പോൾ അവർ ചോദിക്കാതെ തന്നെ നമ്മൾ പലതും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ അവരെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആ മക്കളെക്കാളും ഭാര്യയെക്കാളും മാതാപിതാക്കളെക്കാളും എന്തിനേറെ നമ്മുടെ സ്വന്തം ശരീരത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നില്ല? നമുക്ക് എന്തുകൊണ്ട് ആ മൈൻഡ് വരുന്നില്ല? അതാരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഓലിങ്ങനെ തട്ടിമുട്ടി ചെയ്തോളും എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ജന്മദിനത്തിൽ ഞാനും കൂടെ പങ്കാളിയാവണം എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നോട്ടമുള്ള, അവിടുത്തെ ഒരു മഹബ്ബത്തുള്ള ഒരു അനുയായിയായി നമ്മളെല്ലാവരെയും അല്ലാഹു തആല ആക്കി തരുമാറാവട്ടെ. ദുനിയാവും ആഖിറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.